ഭീഷണിയൊന്നുമല്ല. പക്ഷേ ഒരു ഈജിയൻ തൊഴുത്ത് പോലെ നിങ്ങൾ അതിശയകരമാം വിധത്തിൽ ആ എണ്ണം പറഞ്ഞാൽ നിങ്ങൾ വിട്ടു. കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെത് പറ്റുന്ന ആളുകൾ, CPM ലേബലുള്ള ആളുകൾ ഇതിനകത്തൊക്കെ ഉണ്ട്. ഞാൻ ഇതിന്റെ മന്ത്രിയാണെങ്കിൽ ഇത്തരത്തിലുള്ള അട്ടകളെ വലിച്ചു പുറത്തിടുക തന്നെ ചെയ്യും. അതിന് കൈരളിയുടെ കരച്ചിലുണ്ടെന്നും അത് അവസാനിക്കാൻ പോകും. ഒരു യോഗ്യതയില്ലാത്ത ആളുകൾ IAS ഓഫീസർമാർ വാങ്ങുന്നതിനേക്കാൾ ശമ്പളം വാങ്ങുന്ന ഇത്തരം അട്ടകളുണ്ട്. ഞാനത് പിടിക്കുകയും ചെയ്യും, പിടിച്ച് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള ആളുകളെ പുറത്താക്കും. വീട്ടിൽ നിന്ന് ടൗണിൽ പർച്ചേസ് ചെയ്ത് മാത്രം തിരിച്ചു പോകുന്ന ഇന്നോവ കാർ ഉപയോഗിക്കുന്ന ഒരു 50-ലധികം ആളുകൾ കേരളത്തിൽ ഇങ്ങനെ വെച്ചവരുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ PSC എഴുതി, പരീക്ഷ എഴുതി, ഗവൺമെന്റ് സർവീസിൽ വന്നിരിക്കുന്നവർ, അവരുടെ എഫിഷ്യൻസിയും ഇൻഎഫിഷ്യൻസി ഒക്കെ വേറെ കാര്യമാണ്. ഇതൊന്നുമല്ല. ഇത് CPMന്റെ കൈരളി ചാനലിലടക്കം പോയി പണിയെടുക്കുന്നവൻ ശമ്പളം പറ്റുന്നത് ഇവിടെ നിന്നാണ്. സർക്കാരിന്റെ ശമ്പളമാണ്. അത് നിങ്ങൾക്ക് അതിശയം ഉണ്ടാവും. നിങ്ങൾ പത്രക്കാർ വാങ്ങുന്ന ശമ്പളത്തെ കുറിച്ചൊക്കെ എനിക്ക് മിനിമം ധാരണ ഉണ്ട്. IAS ഓഫീസർമാർ വാങ്ങുന്നതിനേക്കാൾ ശമ്പളം വാങ്ങുന്ന ഇത്തരം അട്ടകളുണ്ട്. അത് ഞാൻ തൊട്ടതാണ് പ്രശ്നം. പലരും എന്താ വെച്ചാൽ ഈ പൊളിറ്റിക്കൽ ഡിപ്ലോമസി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഭയപ്പെട്ടിട്ട് നിർത്തും. അപ്പോൾ കൈരളി ഈ ജാതി പച്ചക്കള്ളം പറയും, അപ്പോൾ പേടിക്കും. കൂട്ടത്തിൽ ജനവും നിൽക്കും, അപ്പം ബേജാറാവും. എന്നിട്ട് പറയും മന്ത്രിയോ ഇമേജ് പോയി കളയല്ലോ. എനിക്ക് ആ ജാതി ഒരു ഇമേജ് കോൺഷ്യസും ഇല്ല. ഞാനത് പിടിക്കുകയും ചെയ്യും, പിടിച്ച് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള ആളുകളെ പുറത്താക്കും. ഞാൻ പറയുന്നത് പുതിയ ആളെ കൊണ്ടുവരുന്നല്ല കേട്ടോ. കാരണം ഇത് ഒഴിവാക്കേണ്ട കുറേ ആളുകളുണ്ട്. അവരെന്നിട്ടാ പോസ്റ്ററിനെ ഡെമോളിഷ് ചെയ്യേണ്ടതുണ്ട്. എന്നുവെച്ചാൽ പിന്നെ അവിടെ പുതിയ ആളുകളെ കൊണ്ടുവന്നാൽ ഒരു നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ആവശ്യമുള്ളിടത്തൊക്കെ കൊണ്ടുവരും. ആവശ്യമുള്ളിടത്തൊക്കെ കൊണ്ടുവരും. ഞാൻ പ്ലെയിൻ കേരള കമ്പനിയുടെ മാനേജ്മെന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ബോർഡ് മീറ്റിംഗ്. ആ ബോർഡ് മീറ്റിങ്ങിൽ 12-14 പേരുള്ളപ്പോൾ ഞാൻ പറഞ്ഞു 10 വർഷം ഇരുന്ന ആള്, 10 വർഷം ഇങ്ങനെ സ്ഥിരം കൂട്ടിക്കൊടുക്കുന്ന ആള്. ഞാൻ പറഞ്ഞു അവിടെ നിർത്തിയേക്ക്. ഇനി സാധാരണ പുതിയ ആളെടുക്കുന്ന പ്രോസസ്സിൽ ഇന്റർവ്യൂ നടത്തിയിട്ട് എടുക്കണം, അങ്ങനെ നടത്തിക്കോട്ടെ. ഇവർ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. പുതിയ റേഞ്ചുള്ള കപ്പാസിറ്റിയുള്ള ആളുകൾ വരട്ടെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ചില ചർച്ചകളൊക്കെ ഉണ്ടായ ഒരു വിഷയമുണ്ട്. കൈരളിയിലെ ഒരു ചർച്ച നടത്തുന്ന ഒരു വിദ്വാനുണ്ട്. കൈരളി ചാനലിൽ ചർച്ച നടത്തുന്ന ആ വിദ്വാന് ശമ്പളം കേരളത്തിന്റെ പൊതുഖജനാവിൽ നിന്നാണ്. അപ്പോ ഇത്തരം കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് CPM പിണറായി വിജയന് എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ പാർട്ടിയുടെ ക്രിമികീടങ്ങളെ നിയമിച്ചിട്ടുണ്ട്. എന്തിനാത്? ആ വകുപ്പുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ ക്രിമികീടങ്ങൾക്ക് ശമ്പളം കിട്ടണം. അതും IAS ഉദ്യോഗസ്ഥർ വാങ്ങുന്നതിൽ കൂടുതൽ ശമ്പളം. ഇത് മാത്രമല്ല, അത് ശമ്പളം കൊടുക്കുക എന്ന് പറയുന്നത് അവനെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് ഒന്ന്. രണ്ടാമത്തത്, ഇവൻ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കണം. സർക്കാരിന് വേണ്ടിയല്ല, പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കണം. പാർട്ടിക്ക് വേണ്ടി ഇവൻ പണിയെടുക്കണം, സർക്കാർ ചെലവിൽ ശമ്പളം കൊടുക്കണം. ഇതാണ്. അപ്പൊ ഇത്തരം കുറേ എണ്ണമുണ്ട്. അതിലൊന്നായിരുന്നു ഈ പറയുന്ന എന്താ പറയേണ്ടത്, പിരായിയിലെ P സരിൻ എന്ന് പറയുന്ന ഒരുത്തനെ നിയമിച്ചത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പിടിച്ച് പുറത്തിട്ട് അവനെ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലെണ്ണത്തിനെയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. 2024 പാലക്കാട്ട് തെരഞ്ഞെടുപ്പില് മറുകണ്ഠം ചാടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മത്സരിച്ച് 8 നിലയിൽ പൊട്ടി തോറ്റു തുന്നം പാറി. എന്തിന്? മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോ ഈ സരീന് ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക്, നിന്നെ മന്ത്രി കൊച്ചമ്മയൊന്നാക്കാൻ കഴിയില്ല, MLA കൊച്ചമ്മയാക്കാം, നിനക്ക് ബോർഡ് വെച്ച MLA ബോർഡ് വെച്ച കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം പാലക്കാട്ടൂട്ടെ എന്നായിരുന്നു. പക്ഷെ 8 നിലയിൽ പൊട്ടി. അങ്ങനെ ആ പൊട്ടിയതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ബേസിക് പേ 80,000 ബേസിക് പേ ഉള്ള ഒരു കസേരയിൽ ഈ പറയുന്ന സരിനെ കൊണ്ടുപോയിരുത്തി. ഇത് സരിൻ്റെ മാത്രം കാര്യമല്ല കേട്ടോ. വിവിധ വകുപ്പുകളിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. ഒരു പണിയും ഇവരെ കൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനോ സർക്കാരിനോ ഒന്നും ഒരു ഗുണവുമില്ല. എന്നാൽ ഇവരവിടെ ഇരുന്ന് കൃത്യമായിട്ട് പണിയെടുക്കും. എന്ത് പണി? പാർട്ടിക്ക് വേണ്ടി പണി. ശമ്പളം എവിടുന്ന്? കേരളത്തിൻ്റെ പൊതുഖജനാവിന്ന്. അപ്പോൾ ഷാജി അതിന്മേൽ തൊട്ടു. അതാണ് കൈരളിക്കാരൻ്റെ മൂലം കടച്ചിൽ, കൈരളിക്കാരൻ്റെ കുരുപൊട്ടാനുള്ള കണി. ഷാജി കത്തിച്ച തീ ഷാജിയുടെ മൂട്ടിന് തീയിടാൻ വേണ്ടി നടന്നതാണ്. പക്ഷേ തീ പിടിച്ചത് ക്രിമികീടങ്ങളുടെ മൂട്ടിനാ. ഇപ്പൊ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുക.
ഓടടാ ഓട്ടം, നെട്ടോട്ടം ഓടുകയാ. കാരണം എന്താ? വരുമാനം മുട്ടാൻ പോകുക. അതിൽ പലരുടെയും മുട്ടി, ഇനി പലരുടെയും വരും ദിവസങ്ങളിൽ മുട്ടും. ഈ വരുമാനം മുട്ടിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലേ. ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് പാർട്ടിക്ക് വേണ്ടി പിണറായി വിജയന് വേണ്ടി കുഴലൊത്ത് നടത്തുമ്പോൾ പണം ഇവിടെ ഖജനാവിൽ നിന്ന് മാസം മാസം ക്രെഡിറ്റ് ആയോണ്ടിരിക്കുകയാണ്. ശമ്പളം, ആ ശമ്പളമാണ് മുടങ്ങുന്നത്. അപ്പം ഇനി നക്കണമെങ്കിൽ വേറെ വഴി നോക്കണം. അത് തന്നെയാണ് സഖാക്കളുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ വെപ്രാളം എന്ന് പറയുന്നത്. അതിൻ്റെ പരാക്രമമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഷാജിയെ ഒന്ന് ഭയപ്പെടുത്തി നോക്കാമെന്ന് കരുതി. ഷാജിയെ ഭയപ്പെടുത്താൻ ഇവരുടെ തന്ത പിണറായി വിചാരിച്ചിട്ട് ഷാജിയെ ഭയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഷാജിയെ ഇവർ ഭയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഷാജി കേരളത്തിൽ ഒരു വാർഡ് മെമ്പർ പോലും ആകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഇവർ വലിയ ഷാജിക്കെതിരെ എന്തൊക്കെ ആയതുണ്ടോ അതൊക്കെ എടുത്ത് പുറത്തെടുത്ത് പണിതുകൊണ്ടിരുന്നത്. ഷാജിയെ ഭയമായിരുന്നു. ആ ഷാജി ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. എന്ത്? ഷാജി ഈ പറയുന്ന ക്യാബിനറ്റിലെ അംഗമായി. അത് അംഗമായതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങൾ സഖാക്കൾ നന്നായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുക. മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഏതെങ്കിലും ബോർഡിലേക്ക് ഇൻ്റർവ്യൂ നടത്തിയിട്ടോ PSC പാസ്സായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മത്സര പരീക്ഷകൾ എഴുതിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു നേരായ വഴിയിലൂടെ വന്നവരല്ല. മറിച്ച് ഈ പറയുന്ന പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചപ്പോൾ അധികാരം ഉപയോഗിച്ച് തിരികെ കയറ്റിയ ആളുകൾ. അതാരാ? അത് ഈ പാർട്ടിയുടെ മുതിർന്ന ക്രിമികീടങ്ങൾ. ആ മുതിർന്ന ക്രിമികീടങ്ങളെയാണ് ഷാജി പിടിച്ചെടുത്ത് താഴെ കളഞ്ഞുകൊണ്ടിരിക്കുന്നതും കളയാൻ പോകുന്നതും. എടുത്ത് പുറത്തേക്കിടുകയാണ്. അതാണ് ഇവരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ഭയാനകരമായ ഒരു പൊതുഖജനാവിനെ ചൂഷണം ചെയ്തു എന്ന് പറയുന്നതിൻ്റെ ഭയാനകത എന്ന് പറഞ്ഞാൽ ഇവറ്റകളെയൊക്കെ ഇരുത്താൻ വേണ്ടിയിട്ട് പുതിയ പുതിയ പോസ്റ്റുകൾ, പുതിയ പുതിയ കസേരകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിന് മുമ്പ് ഉണ്ടാവാതിരുന്ന കസേരകൾ പുതുതായി ഉണ്ടാക്കി, പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കി, അതിലേക്ക് ഇവറ്റകളെ, ക്രിമിനൽ ക്രിമികീടം സഖാക്കളെ എങ്ങനെ ഇരുത്തുകയായിരുന്നു പിണറായി വിജയൻ. എന്നിട്ടോ ലക്ഷക്കണക്കിന് രൂപ മാസ ശമ്പളം. ആലോചിക്കണം, ഇതൊക്കെ പോകുന്നത് കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം. അപ്പോൾ ഇത്തരക്കാർക്ക് ഇപ്പം എന്താ സംഭവിക്കുന്നത്? ഇത് ഈ കൈരളിയിൽ ജോലി ചെയ്യുക, കൈരളിയിൽ ഇരുന്നിട്ട് CPM വേണ്ടി വാർത്തകൾ, പച്ച വ്യാജങ്ങൾ പടച്ചുണ്ടാക്കുക. കൈരളിയുടെ വാർത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. കൈരളിയുടെ വാർത്ത എന്ന് പറഞ്ഞാൽ എന്താ? നുണ പറയുക എന്നുള്ളതാ. നുണ പറയുക, അതാണ് കൈരളിയുടെ വാർത്ത. ആ കൈരളി ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. ഇപ്പം ഷാജിക്ക് പരവതാനി വിരിച്ചു എന്ന്. ഏത്? കേരളത്തിലെ കൈരളിയും ജനം TV അല്ലാത്ത മറ്റൊരു ചാനലുകളിലും മുഖ്യധാര മാധ്യമങ്ങളിൽ ഇത് കാണാൻ കഴിയില്ല. എന്തേ കാരണം? കാരണം വേറെ ഒന്നുമല്ല, അങ്ങനെ ഒരു വാർത്ത ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ പച്ച നുണ പറയലാണ് കൈരളിയുടെ വാർത്ത. അപ്പോൾ കൈരളിയിൽ ഇരുന്ന് നുണ പറയുക. ശമ്പളം എവിടുന്നാണ് കിട്ടുന്നത്? ശമ്പളം കിട്ടുന്നത് കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിന്ന്. അപ്പോൾ ഇവറ്റകളൊക്കെ എടുത്ത് വെളിയിലേക്ക് എറിയാണ്. അപ്പോൾ എന്താ പ്രശ്നം? ഇവനൊക്കെ പുറത്തേക്ക് എറിഞ്ഞാൽ കൈരളിക്കാരൻ ശമ്പളം കൊടുക്കുമോ? സാധ്യത കുറവാ. ഇനി ശമ്പളം കൊടുത്താലും ഈ പറയുന്ന ഖജനാവിൽ നിന്ന് കിട്ടിയ അത്ര കിട്ടുമോ? അതും കിട്ടൂല. പണിയാണോ? ഇപ്പൊ മറുകണ്ഠം ചാടിയവനുണ്ടല്ലോ, P സരിൻ, പിരായിരിയിലെ MLA എന്നാ പറഞ്ഞ. ഏത്? ഭാര്യ സൗമ്യയെ ഒന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് തോറ്റപ്പോ ഇവൻ പറഞ്ഞ് ഞാൻ പിരായിരിയിലെ MLA. ഭാര്യയെ സമാധാനപ്പെടുത്താൻ ഭാര്യയോട് ആദ്യം പറഞ്ഞത് എന്താ? തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ അട്ടിമറിക്കും, ഞാൻ തിരിക്കും മറിക്കും, സതീശൻ ഇനി കന്റോൺമെന്റ് ഹൗസിൽ ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഭാര്യ അത് വിശ്വസിക്കുകയും ചെയ്തു. റിസൾട്ട് എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് സംഭവം പിടികിട്ടിയത്, ഈ പൊട്ടം പറയും പോലല്ലാന്ന്. അപ്പോൾ ഭാര്യയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ പിരായിരിയിലെ MLA. ഭാര്യയ്ക്ക് പക്ഷേ അത് കഴിഞ്ഞ് 2024 ഇത് സംഭവം. അത് കഴിഞ്ഞ് 2026 ആകേണ്ടി വന്നു. എന്ത്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് ഭാര്യ.
1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ നോക്കി 140 മണ്ഡലങ്ങളും നോക്കി. ഈ 140 മണ്ഡലങ്ങൾ നോക്കിയപ്പോൾ അവിടെ സരിൻ്റെ പേര് എവിടെയും കാണുന്നില്ല. അപ്പം സരിൻ്റെ പേരെന്താ കാണാത്തത് എന്നിങ്ങനെ വീണ്ടും നോക്കിയപ്പോൾ ഇപ്പുറത്ത് മണ്ഡലങ്ങളുടെ പേരെഴുതിയ കള്ളിയിൽ നോക്കിയപ്പോഴാണ് പിരായിരി എന്ന് പറയുന്നൊരു മണ്ഡലമേ ഇല്ല. ഏത് സരിൻ്റെ പേര് കാണുന്നില്ല എവിടെയും ലിസ്റ്റിൽ, ഏത് സ്ഥാനാർത്ഥി പട്ടികയിൽ എവിടെയും സരിൻ്റെ പേര് കാണുന്നില്ല. എന്നാൽ പിന്നെ ഇപ്പുറത്ത് പിരായിരിയിൽ ആരാ സ്ഥാനാർത്ഥി എന്ന് നോക്കാന്ന് കരുതിയിട്ട് 1, 2, 3, 4, 5, 140 വരെ അങ്ങനെ നോക്കുമ്പോൾ പാലക്കാട് ജില്ലയിൽ വരുമ്പോൾ പാലക്കാട് ഉണ്ട്, പട്ടാമ്പി ഉണ്ട്, ഷൊർണൂരുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഈ പറയുന്ന എന്തില്ല, പിരായിരി എന്ന് പറയുന്ന ഒരു മണ്ഡലം തന്നെ കാണാനില്ല. അപ്പോൾ ഒന്നുകൂടിയും തപ്പി. അപ്പം നോക്കുമ്പോൾ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഒരു പഞ്ചായത്താണ് ഈ പറയുന്ന പിരായിരി എന്നുള്ളത് അപ്പോഴാണ് സൗമ്യക്ക് ബോധ്യമായത്. ഈ പറഞ്ഞ പോലെ അപ്പോൾ ഇവനൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ വാർത്തകൾ കണ്ടെന്താ 80,000 രൂപ ശമ്പളം. 80,000 ശമ്പളം എന്ന് പറയുന്നത് അത് ബേസിക് പേ ആണ്. പിന്നെ അതിൻ്റെ കൂടെ ബാക്കിയുള്ളതെല്ലാം ചേരുമ്പോൾ ഒരു 1.5 ലക്ഷം രൂപ മാസം ഇവൻ്റെ പോക്കറ്റിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എവിടുന്നാ പോണേ? AKG സെൻറ്ററിൽ നിന്നോ? അല്ലെന്നേ, കേരളത്തിൻ്റെ പൊതു ഖജനാവിൽ നിന്ന്. എന്താ പണി? ഒരു പണിയുമില്ല. എന്തിനായിരുന്നു ഈ കസേര കൊടുത്തേ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ മറുകണ്ഠം ചാടി. അതുവരെ കോൺഗ്രസ്സുകാരനായിരുന്നവൻ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ മറുകണ്ഠം ചാടി അവിടെ ചെന്ന് സതീശിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഈ പറയുന്ന ഷാഫി പറമ്പിലിനെയും തെറി വിളിച്ചതിനുള്ള പ്രത്യുപകാരമായിട്ട് കൊടുത്തത്. അങ്ങനെ ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതെന്നുള്ളൂ. അങ്ങനെ നിരവധി പോസ്റ്റുകളിൽ, അതും നിങ്ങൾ ആലോചിക്കണം, ഇവർക്ക് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മാത്രമല്ല, ഇവർക്ക് സർക്കാർ സംവിധാനങ്ങളൊക്കെ സർക്കാർ ചെലവിൽ വാഹനങ്ങളിൽ എണ്ണ അടിച്ച് വാഹനങ്ങൾ നൽകി സർക്കാർ വാഹനങ്ങളിൽ എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കറക്കത്തോട് കറക്കം. രാവിലെ എണീക്കുക, പാർട്ടി പരിപാടിക്ക് പോകുക, സ്വന്തം കാര്യങ്ങൾക്ക് പോകുക, ഇതൊക്കെ പോകുക, എല്ലാം ചെയ്യാം. സർക്കാർ വാഹനം, സർക്കാർ എണ്ണ, സർക്കാർ ശമ്പളം, സർക്കാർ ചെലവിൽ അന്നം, സർക്കാർ ചെലവിൽ നക്കല്, തൂറലടക്കം സർക്കാർ ചെലവിൽ. സരിനിപ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത് എന്താ? ഇപ്പം ഈ പറയുന്ന വിജ്ഞാന കേരളത്തിൽ സരിന് ഒരു പോസ്റ്റ് നൽകി 80,000 രൂപ മാസ ശമ്പളം. അതെന്താ ആകെ 80,000 കിട്ടുള്ളൂ? അല്ല, അത് ബേസിക് പേ ആണ്. പിന്നെ അതിൻ്റെ കൂടെ മറ്റുള്ള ചെലവുകളൊക്കെ ആഡ് ചെയ്യും. 1.5 ലക്ഷം രൂപയാണ് സരിന് വേണ്ടിയിട്ട് ഓരോ മാസവും 1.5 ലക്ഷത്തോളം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപ. എന്താ ഇവൻ്റെ യോഗ്യത? എന്താ ഇവന്മാരുടെയൊക്കെ ജോലി? യോഗ്യതക്കപ്പുറം ജോലി എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു ചുക്കും ചെയ്തിട്ടില്ല. പിണറായി വിജയന് വേണ്ടി കുഴലൂതിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അത്തരക്കാരെയാണ് ഷാജി പിടിച്ച് പുറത്തിടുന്നത്. അപ്പോൾ ഷാജി ഇട്ട തീ അത് ചെറിയ തീയല്ല, അത് കത്തിപ്പടരുന്ന തീയ. അണക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട് എന്നുള്ളതാണ്.